في خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم. ഏറ്റവും ബഹുമാനത്തോടെ നിറഞ്ഞ വിദ്യാർത്ഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥി മിത്രങ്ങൾ, കൂടുതൽ ആമുഖമൊന്നുമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പെണ്ണ്, ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പെണ്ണെടുത്ത് ഞാൻ താഴെയാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഖുർആൻ പറയുന്നുണ്ട് കലമിനെ കൊണ്ട് പഠിപ്പിച്ച അല്ലാഹ്, അത് നമ്മൾ ഇതിനെ ബഹുമാനിക്കുന്നതാണ്, നമ്മുടെ മേൽ ബാധ്യതയാണ്. ഈ തലപ്പാവ് കൊണ്ട് ഞാൻ എന്താണ്, എനിക്ക് ഈ മേശയെ തുടക്കാൻ പറ്റും. പക്ഷേ ആരെങ്കിലും അല്ലാഹുവിന്റെ ശഅഇറിനെ ബഹുമാനിച്ചാൽ അവർക്ക് തഖ്വയുണ്ട് എന്നർത്ഥം. ഇനി അതല്ല, ഈ ഒരു ഗ്ലാസ്, ഈ ഒരു ബോട്ടിൽ ഒരു കള്ള് കൊണ്ടുവച്ചു, എനിക്ക് എടുക്കാം, പക്ഷേ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. ഖുർആൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ലോജിക് ഉണ്ട്. ഒരു കൊതുകിനെ പോലും ഉദാഹരണം പറയാൻ അല്ലാഹു മടിക്കില്ല എന്നതാണ്. കൊതുകിന്റെ സയൻസ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കൊതുക് ഒരിക്കലും മനുഷ്യന്റെ കയ്യെത്തുന്ന സ്ഥലത്ത് കടിക്കൂല. ഒന്നെങ്കിലും പുറത്ത്, അല്ലെങ്കിൽ കാലിൽ, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യന്റെ കയ്യെത്താ ദൂരത്തുള്ള സ്ഥലത്താണ് കൊതുക് കടിക്കുക. ഇതേപോലെ വൽ അസ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതിലൊരു കാര്യമുണ്ട്. നമ്മൾ വൽ അസ്ർ എന്ന് പറയുമ്പോൾ നമുക്ക് മുഫസ്സിരീങ്ങളായ ആളുകളെ രണ്ട് രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വൽ അസ്ർ കാലഘട്ടം തന്നെയാണ് സത്യം, കഴിഞ്ഞുപോയ കാലഘട്ടത്തെ കുറിച്ചും വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ചും ഇനി ഇവിടെ നമ്മൾ താമസിക്കുന്ന വർത്തമാന കാലഘട്ടത്തെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അസ്ർ എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് അസ്ർ നമസ്കാരത്തിന് ശേഷമാണ് വൽ അസ്ർ എന്ന് പറയുന്നത്. വൽ അസ്ർ, അസ്ർ നമസ്കാരമാണ് സത്യം. അല്ലാഹു ഇതിൽ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. നമ്മൾ കാലത്തെ കുറിച്ച് തെറ്റ് പറയുന്ന ആളുകളാണ്. എന്റെ കാലം മോശമായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്ന ആളുകളാണ്, അല്ലേ? നമ്മൾ അങ്ങനെ പറയുന്ന ആളുകളാണ്. അതായത് ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണം പറയാം. മന്തി